നിൽക്കുന്ന സന്താനങ്ങൾ കർത്താവിൻ്റെ രക്തത്തിൽ അഭിഷേകം സ്വീകരിക്കാൻ കർത്താവിന് സാക്ഷിയായിത്തീരുന്ന ദൈവസേവമാണ്. പാടാം. കരങ്ങൾ നീട്ടി കൈകൾ ഉയർത്തി വിശ്വാസത്തോടെ പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് അപ്പോൾ നമ്മൾ കർത്താവ് ശുശ്രൂഷ തുടങ്ങിയത് എങ്ങനെയാണ്? എന്നിട്ടും അവർ മുന്നോട്ട് പോയി. സാഹചര്യം എന്തായാലും എത്ര പ്രതികൂലമായാലും വിശ്വാസി മുന്നോട്ട് പോകും. വിശ്വാസത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അങ്ങനെയാണ്. വിശ്വാസത്തിൻ്റെ എല്ലാ പ്രഖ്യാപനങ്ങളും അങ്ങനെയാണ്. ഇപ്പം പൂനെയിലെ എയിംസിലെ റെക്കോർഡിസ്റ്റായിട്ട് ജോലി കിട്ടിയ ചേട്ടൻ്റെ സാക്ഷ്യം പറഞ്ഞില്ലേ? എന്നാ പറഞ്ഞത്? അദ്ദേഹത്തിന് ടെർമിനേറ്റ് ചെയ്തിട്ടും അദ്ദേഹം പ്രാർത്ഥന മുന്നോട്ട് കൊണ്ടുപോയി. ഉടമ്പടി പിന്നെ മുന്നോട്ട് കൊണ്ടുപോയി. ഗവൺമെൻറ് ഓർഡർ ഇറക്കിയതാണ്, സെൻട്രൽ ഗവൺമെൻറ് ഓർഡർ ഇറക്കിയതാണ്. ബി ഗ്രേഡിലുള്ള ബി കാറ്റഗറിയിലുള്ള എല്ലാ അപ്പോയിൻമെൻറ്റ്സും സ്റ്റോപ്പ് ചെയ്തിരിക്കണമെന്ന് തീർന്നു. ആ സാക്ഷ്യം കേട്ടില്ലേ? മൂവാറ്റുപുഴ ബി കാറ്റഗറിയിലുള്ള ഇൻ്റർവ്യൂ കഴിഞ്ഞാണ് നോക്കണം, അപ്പോയിൻമെൻ്റ് കഴിഞ്ഞ വിഷയമാണത്. എന്നിട്ട് ഗവൺമെൻറ് പെട്ടെന്ന് ഓർഡർ ഇറക്കിയിരിക്കുകയാണ്. എന്താ? ബി കാറ്റഗറിയിലുള്ള എല്ലാ അപ്പോയിൻമെൻറ്റ്സും റദ്ദാക്കിയിരിക്കണമെന്ന്. അപ്പോഴും ആ മനുഷ്യൻ മുന്നോട്ട് പോവുകയാണ്. എന്താണ്? വന്ന് ഉടമ്പടി ചെയ്തു. ഉടമ്പടി ചെയ്യുമ്പോൾ എന്നാ സംഭവിക്കുന്നത്? വിഷയം അമ്മ ടേക്കപ്പ് ചെയ്യും. നമ്മൾ ഓടി തളരുമ്പോൾ ബാറ്റൺ അമ്മയുടെ കൈ കൊടുക്കും, പിന്നെ അമ്മ ഓടും നമ്മുടെ കൂടെ, അല്ലേ? അപ്പോൾ ഗവൺമെൻറ് വീണ്ടും ഇറക്കിയ മെമ്മോ ഇറക്കിയ ഓർഡർ തിരിച്ചെടുത്തിട്ട് അപ്പോയിൻ്റ് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അതാണ്. എന്നിട്ടും അവൻ മുന്നോട്ട് പോയി. നിങ്ങളുടെ കയ്യിലിരിക്കണത് എന്താണ്? അപ്പോൾ മോശം പറഞ്ഞൊരു വടി. എന്തിനെന്നെ വിളിക്കണം? എപ്പോഴും നിങ്ങൾ ജനങ്ങളോട് മുന്നോട്ട് പോകാൻ പറയൂ. എത്ര പ്രതികൂലമായാലും വിശ്വാസി മുന്നോട്ട് പോകും. എത്ര പ്രതികൂലമായാലും പ്രത്യാശി മുന്നോട്ട് പോകും. എത്ര പ്രതികൂലമായാലും ദൈവസ്നേഹമുള്ളവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. എന്താ കാര്യം? നമ്മൾ വിശ്വസിക്കുന്നത്, പ്രത്യാശിക്കുന്നതും സ്നേഹിക്കുന്നതും എന്താണ്? ദൈവത്തിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ചേട്ടായി ഒരു സാക്ഷ്യം പറഞ്ഞപ്പോഴേ ഒരു കോട്ട് ചെയ്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഈശോ അവസാനം പറഞ്ഞ വാക്കാ. എന്താ ഈശോ അവസാനം പറഞ്ഞത്? മത്തായി 28:18 എന്നാ പറഞ്ഞത്? സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ അധികാരവും എനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം സെൻട്രൽ ഗവൺമെൻറ്റും മോഡിയും പിണറായിയും എല്ലാം കർത്താവിൻ്റെ കീഴിലാണ്. അത് നമുക്ക് മനസ്സിലാക്കണം. ഗവൺമെൻറ് എല്ലാ ഓർഡറും വിശ്വസിക്കണം. എന്താ വിശ്വസിക്കുന്നത്? ദൈവത്തിനെ വിശ്വസിക്കുന്നത്, അല്ലേ? ഇപ്പം ഏത് സെൻട്രൽ ഗവൺമെൻറ് ആയാലും സുപ്രീം കോടതി ആയാലും അണ്ടർ ജീസസ്. കൈ അടിച്ച് കർത്താണ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. അതുകൊണ്ടാണ് അവർ മുന്നോട്ട് പോണത്. മുന്നോട്ട് പോകുമ്പോൾ സാഹചര്യം പൗലോസ് അപ്പോസ്തലൻ പറയത്തില്ലേ? എന്താണ്? സുവിശേഷം പ്രസംഗിക്കുക. സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും. 2 തിമോത്തി 2:4 ഒന്ന് പറഞ്ഞ്. സുവിശേഷം പ്രസംഗിക്കുക. സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും. അപ്പം സുവിശേഷം പ്രസംഗിക്കുക ഇറ്റ് ഈസ് ഈക്വൽ ടു വിശ്വാസം പ്രഖ്യാപിക്കുക, അല്ലേ? വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ ചിലപ്പോൾ സാഹചര്യം അനുകൂലമാകും, അല്ലെങ്കിൽ
അല്ലാതിരിക്കും. ദൈവമേ, നിന്റെ വിശ്വാസത്തിൻ്റെ വെലോസിറ്റി, ദ പവർ ഓഫ് യുവർ ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ ശക്തി എങ്ങനെ ഇരിക്കണത്, നീ അത് ഏത് കാലഘട്ടത്തിൽ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. ഇപ്പം സാജുവിൻ്റെ സാക്ഷ്യമൊക്കെ കഴിഞ്ഞ കാലത്തുള്ള, ഇന്നിവിടെ വന്നൊരു ജോസഫിൻ്റെ സാക്ഷ്യം എന്താണ്, ആ മൂവാറ്റുപുഴ ചേട്ടൻ്റെ സാക്ഷ്യം എന്താണ്? സാഹചര്യം പ്രതികൂലമാണ്. നമുക്കറിയാം ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതികൂലമായ സാഹചര്യത്തെ അനുകൂലമാക്കി മാറ്റണ പ്രാർത്ഥനയാണ്. അതാണ് 2 തിമോത്തി 2:4 പറയണത്. വിശ്വാസം പ്രഖ്യാപിക്കുക, സുവിശേഷം പ്രസംഗിക്കുക. സാഹചര്യം നമുക്ക് ഒരു സാഹചര്യമല്ല. നമ്മുടെ സാഹചര്യം എന്താണ്? ആ സാഹചര്യത്തിലേക്ക് ദൈവത്തെ കക്ഷി ചേർക്കുന്നതാണ് ഒരു വിശ്വാസിയുടെ വിശ്വാസ പ്രഖ്യാപനം എന്ന് പറയുന്നത്. ചിലപ്പോൾ പ്രതികൂലമായ സാഹചര്യമാണ്. ഇപ്പം നിൻ്റെ ഭാര്യ നിന്നെ ഇട്ടച്ചും പോയിട്ട്, അല്ലെങ്കിൽ നിൻ്റെ ഭർത്താവ് നിന്നെ ഇട്ടച്ചും പോയിട്ട് കേസ് കൊടുത്തിരിക്കുകയാണ്. 1-2 സിറ്റിംഗ് കഴിഞ്ഞെന്ന് വിചാരിച്ചോ, അപ്പം നിനക്കറിയാം ഇവിടെ നിന്ന് ഒരു കോടതിയിൽ നിന്ന് ഒരു അനുകൂലമായ മറുപടിയും കിട്ടാൻ സാധ്യതയില്ല. എൻ്റെ കൊച്ചിനെ എൻ്റെ നഷ്ടപ്പെട്ട്, എനിക്ക് എൻ്റെ ജീവിത പങ്കാളിയെ നഷ്ടപ്പെട്ട്. ആരാണത് പറയേണ്ടത്? കോടതിയാണോ? ആണോ? ഇപ്പം നിനക്ക് തോന്നും 2 സിറ്റിംഗ് കഴിഞ്ഞതല്ലേ, കോടതിയിൽ എൻ്റെ കൊച്ചിനെ എനിക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, എൻ്റെ ജീവിത പങ്കാളിയെ എനിക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് വക്കീൽ പറഞ്ഞാലും അവസാനം വാക്കാരുടേതാണ് കർത്താവ് പറയണം. അപ്പോഴും നമ്മൾ മുന്നോട്ട് പോകും. എന്താണ്? വിശ്വാസം പ്രഖ്യാപിക്കുക. 2 തിമോത്തി 2:4 സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം എത്ര പ്രതികൂലമാണെങ്കിലും ഈ പ്രതികൂലമായ സാഹചര്യത്തിലെ അപ്പോസ്തലന്മാരെ പോലെ 2 തിമോത്തി 2:4 അനുസരിച്ചുകൊണ്ട് വിശ്വാസം പ്രഖ്യാപിക്കാൻ അഭിഷേകം നൽകണമേ. ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ അത് പ്രതികൂലമാകാം. രോഗങ്ങൾ വഴി, ദുരിതങ്ങൾ വഴി, കടങ്ങൾ വഴി, കർത്താവേ മക്കളെ പ്രതി വിവിധ സാഹചര്യങ്ങൾ വന്ന് അവിടെയെല്ലാം വിശ്വാസം പ്രഘോഷിക്കാൻ പരിശുദ്ധാത്മാൻ മുദ്രയിടണമേ. ഹല്ലേലൂയ. വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. കരങ്ങളടിച്ചുകൊണ്ട് വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാൻ യേശുവുണ്ട്. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാൻ യേശുവുണ്ട്. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എന്നുള്ളിൽ ചിന്തകൾ ഉണ്ടാകുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇപ്പം സാഹചര്യം, ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താണ്? സാഹചര്യത്തിൻ്റെ മേൽ വിശ്വാസം കൊണ്ട് വിജയം പ്രാപിക്കുന്ന പ്രാർത്ഥനയാണ്. സാഹചര്യം ആരുണ്ടാക്കുന്നതാണ്? മനുഷ്യന്മാരുണ്ടാക്കുന്നതാണ്. സാഹചര്യം ആരാ മാറ്റണത്? വിശ്വാസി മാറ്റും സാഹചര്യം. ഇപ്പം ചില സമയത്ത് എനിക്ക് തോന്നുകയും, ഇപ്പം കർത്താവ് യോഹന്നാൻ 10:10 വചനമില്ലേ? എന്താ വചനം? കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും. അപ്പോഴേ ഈശോ ഇടയനെ കുറിച്ച് പറയുമ്പോൾ അടുത്ത വചനം എന്താ പറയണത്? ഞാൻ നല്ല ഇടയനാകുന്നു. അപ്പം കർത്താവ് നല്ല ഇടയനാണെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇടയന്മാർ വേറെ ഉണ്ട്. അവരാരാണ്? കള്ളന്മാരാണ്. നാട്ടിലെ സംഭവമാണത്. കർത്താവിൻ്റെ വചനങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകുന്ന വിഷയം, എല്ലാ വചനങ്ങൾക്കും ഒരു ഗ്രാമീണമായിട്ടുള്ള സാമൂഹ്യ അന്തരീക്ഷം ഉണ്ടാകും. മീനിൻ്റെ ഉളുമ്പും ഉണ്ടാവും, ഞാറിൻ്റെ ചൂരും ഉണ്ടാകും. കർത്താവിൻ്റെ വചനങ്ങളെല്ലാം മനുഷ്യൻ്റെ വേർപ്പിൻ്റെ മണവും ഉണ്ടാവും. അതാണ്. ഇപ്പം നല്ല ഇടയനാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളതുകൊണ്ടാണ്. ഓപ്പോസിറ്റ് എന്താണ്? മോശമായിട്ടുള്ള ഇടയന്മാർ. അവരാരായിരിക്കും? അവർ ആടിനെ കക്കും, ആടിനെ മോഷ്ടിക്കും. അതായത് മോഷ്ടിക്കാനും നശിപ്പിക്കാനുമാണ് കള്ളൻ
വരുന്നത്. ഇടയന്മാർ പൊതുവെ അക്കാലങ്ങളിൽ സമൂഹത്തിൻ്റെ ഏറ്റവും താഴെയുള്ള ആൾക്കാർ ആയിരുന്നു. ആദ്യകാലങ്ങളിലൊക്കെ ഇവർ വലിയ ഉയർന്ന നിലവാരമുള്ള ആൾക്കാരായിരുന്നു ഇടയന്മാർ. കാര്യം യേശാവിൻ്റെ കാലത്തൊക്കെ ചരിത്രം പറയുമ്പോൾ അതുപോലെ അല്ലെങ്കിൽ നമ്മളെ കായൻ്റെ ചരിത്രം പറയുമ്പോൾ കായൻ കൃഷിക്കാരനും ആബേലും ഇടയനുമായിരുന്നു അല്ലേ? ഇടയന്മാർക്ക് ദാവീദും ഇടയനായിരുന്നു. ഇവർ ഈജിപ്തിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷം അവിടെ ഇടയന്മാർക്ക് വിലയൊന്നും ഇല്ലാതിരുന്നു, കർഷകർക്കാണ് വില. അപ്പോൾ അവർ തിരിച്ചു വന്നപ്പോൾ റൂബൻ്റെ മക്കൾ മാത്രമേ പിന്നെ ആട്ടിടയത്തിന് പരിപാടിക്ക് പോയുള്ളൂ. അവർക്ക് പിന്നെ ഓഫീസ് ജോലിയായിരുന്നു താല്പര്യം, കൃഷി ജോലിയൊക്കെയാണ്. ഈജിപ്തിൽ പോയിട്ടും തിരിച്ചു വന്നപ്പോൾ ഈ കാനഡയിലൊക്കെ പോയിട്ടും തിരിച്ചു വന്നിട്ട് പിന്നെ മലയാളിയായിട്ട് ജീവിക്കാൻ വലിയ പാടായിരിക്കും മിക്കവാറും. കാരണം ഇസ്രായേൽ ജനത്തിന് അങ്ങനെ സംഭവിച്ചതാണ്. ഇടയന്മാർക്ക് നല്ല വിലയുണ്ടായിരുന്നു ആ സമൂഹത്തിലെ. ഇവർ ഇസ്രായേൽ ഈജിപ്തിൽ പോയി 400 കൊല്ലം താമസിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ ഇവരാരും ഇടയന്മാരായില്ല. ആ ജോലി ഉപേക്ഷിച്ചവരെ അവർ കർഷകരായി, അവരെപ്പോലെ കർഷകരായി. പിന്നെ ദാവീദിൻ്റെ കാലം വന്നപ്പോൾ ദാവീദ് മാത്രമേ ഉള്ളൂ അതിൻ്റെ അകത്ത് ഇടയൻ. ബാക്കി ജെസ്സയുടെ എല്ലാ മക്കളും കൃഷിപ്പണിയും യുദ്ധം ആയിട്ട് നടന്ന ആൾക്കാരാണ്. പക്ഷെ കർത്താവിൻ്റെ കാലം വരുമ്പോൾ ഇടയന് വീണ്ടും താഴേക്ക് വരും, സാമ്പത്തികമായി തകർന്നു പോകും. കള്ളന്മാർ വരെ ഉണ്ടാവും അതിൻ്റെ അകത്ത്. ചില ബൈബിൾ പണ്ഡിതന്മാർ പറയണത് ഇടയന്മാരുടെ കൂട്ടത്തിൽ നല്ല ശതമാനം കള്ളന്മാരുണ്ടായിരുന്നെന്ന് പറയണം. അതുകൊണ്ടാണ് ഈശോ അങ്ങനെ പറഞ്ഞതെന്ന്. ഞാനെന്താ പറയണമെന്നറിയാവോ? ഞാൻ ചില സമയത്ത് ഓർക്കുവേ, ഇടയന്മാരെ കള്ളന്മാരായിട്ടാണ് ബൈബിളിൽ പറയണത്. പക്ഷെ ഇവരെങ്ങനെ കള്ളന്മാരായി? ഇടയന്മാരെ കള്ളന്മാരാക്കിയ സാഹചര്യം എന്താ? നല്ല ആൾക്കാരല്ല, നല്ല പ്രതാപത്തോടെ ജീവിച്ചിരുന്ന ഒരു മനുഷ്യ സമൂഹമാണ് കർത്താവിൻ്റെ കാലത്ത് കള്ളന്മാരായിട്ട് മാറണത്. ഒരു സമൂഹത്തിൽ അങ്ങനെ സംഭവിക്കും. നിങ്ങൾ തന്നെ പറയത്തില്ല, ഞങ്ങളുടെ അപ്പൂപ്പന്മാർക്കൊക്കെ നല്ല പ്രതാപം ഉണ്ടായിരുന്നതാണ്, പൊന്നും പണവും ഒക്കെ ഉണ്ടായിരുന്നതാണ്. 2 മാസം കൊണ്ട് ഇത് കയറിയാലും തെങ്ങ് കയറി തീരത്തില്ല എന്നൊക്കെ പറയലേ. പിന്നെ താഴേക്ക് വരുന്നതാണ് ഒരു കാലഘട്ടത്തിൽ. അധികാരമോ പണമോ ഉൽപാദന മേഖലകളോ കൈയാളിയവർ മഹാപിശുക്കന്മാരായി തീർന്ന ആട്ടുമുതലാളിയൊക്കെ, കർത്താവിൻ്റെ കാലത്തെ ആടുമുതലാളിമാരൊക്കെ സ്വന്തം മകന് പോലും ഒരു കുഞ്ഞാടിനെ കൊടുക്കാത്ത പിശുക്കന്മാരായിരുന്നു. കർത്താവിൻ്റെ കഥയിലുണ്ടത്. ലുക്കാ 15:29 ഒരു കുഞ്ഞാടിനെ പോലും എനിക്ക് തന്നില്ലെന്ന് പറഞ്ഞത് ആരാ? മകനാണ് പറയണത്. മകന് പോലും കുഞ്ഞാടിനെ പോലും കൊടുക്കാത്ത ആട്ടുമുതലാളിമാരെ ആണ് ഇടയന്മാരെ കള്ളന്മാരാക്കിയത്. സ്വന്തം ജോലി, കർത്താവ് ആ കഥ വേറെ ഉദ്ദേശത്തിലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിലും അവിടുത്തെ സാമൂഹ്യ സിറ്റുവേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ സ്വന്തം മകന് പോലും ഒരു ആട്ടിൻകുട്ടിയെ പോലും കൊടുക്കാത്ത ആട്ടുമുതലാളിമാരെ ആണ് ഇടയന്മാരെ കള്ളന്മാരാക്കിയത്. കാര്യം അവർക്ക് കക്കാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ, സാഹചര്യം. വി ആർ സ്പീക്കിംഗ് അബൌട്ട് ദ സിറ്റുവേഷൻ. ഓരോ കാലത്തും മനുഷ്യൻ്റെ സാമൂഹ്യ സാഹചര്യം ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ അതാത് കാലത്ത് മാറി വരുന്ന അന്തർദേശീയ വ്യാപാരത്തിൻ്റെയോ ജോലി സാധ്യതയുടെയോ ഉൽപാദന മേഖലയുടെയോ എല്ലാം ഭാഗമായിട്ട് സാഹചര്യങ്ങൾ മാറി വരും. സാഹചര്യങ്ങൾ എങ്ങനെ മാറി വന്നാലും വിശ്വാസി സാഹചര്യത്തെ അതിജീവിക്കണമെന്നാണ് കർത്താവിൻ്റെ വചനം. അതാണ് പറയുന്നത്, സുവിശേഷം പ്രസംഗിക്കുക, വിശ്വാസം പ്രഖ്യാപിക്കുക. സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിൽ സാഹചര്യം നമ്മളെ സ്വാധീനിക്കില്ല. സാഹചര്യം നമുക്ക് വിധിയില്ല. വേറെ ഒരു സമൂഹത്തിൽ ആൾക്കാർ വിധിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, നമ്മൾ വിധി തിരുത്തതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. ലോകത്തിൻ്റെ ഭഗദയത്തെയും വിധിയെയും തിരുത്തിയതാരാണ്? കർത്താവ് യേശുക്രിസ്തു ആണെങ്കിൽ അവൻ വിശ്വസിക്കുന്നവർ ജീവിതത്തിന്റെ വിധിയെ തിരുത്തി എഴുതും. കൈ അടിച്ച് കർത്താവ് ജീവിത സങ്കടങ്ങളും ദുരിതങ്ങളും എല്ലാം കർത്താവിന് സമർപ്പിക്കട്ടെ. എൻ്റെ പേര് ആശ രാജു. ഞാൻ വരുന്നത് ചെങ്ങന്നൂന്നാണ്. ഞാനൊരു നേഴ്സാണ്. ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നത്
കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 30 ഞാൻ വരാനുള്ള കാരണം, ഞാൻ സൗദി പ്രോമെട്രിക്ക് എഴുതാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷനിലായിരുന്നു. എൻ്റെ ഡേറ്റ ഫ്ലോയും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ തന്നെ പോയി. അതിനുശേഷം ഞാൻ എലിജിബിലിറ്റിക്ക് അപ്ലൈ ചെയ്തു. എലിജിബിലിറ്റി ഞാൻ ആദ്യം തന്നെ നല്ലൊരു ഏജൻസിയിലായിരുന്നു കൊടുത്തത്. പക്ഷേ എനിക്കത് റിജക്റ്റായി. വീണ്ടും എൻ്റെ സഹോദരൻ പറഞ്ഞിട്ട് ഞാൻ വേറൊരു ഏജൻസിയിൽ കൊടുത്തു. അവിടെ നിന്നും എനിക്ക് റിജക്ഷനാണ് ഉണ്ടായത്. അങ്ങനെ വളരെ നിരാശപ്പെട്ട് ഞാൻ അമ്മയോട് ഇങ്ങനെ സങ്കടം പറഞ്ഞപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, മോനെ നീ ഒന്ന് കൃപാസനത്തിൽ പോ, അവിടെ പോയി നീ ഉടമ്പടി എടുക്ക്, നിനക്ക് ദൈവം നല്ലൊരു മാർഗം നിനക്ക് കാണിച്ചു തരും എന്ന് അമ്മ പറഞ്ഞു. ഞാനൊന്നും നോക്കിയില്ല. ഞാൻ അന്ന് തന്നെ പിറ്റേന്ന് ഓഫ് പറഞ്ഞ് ഞാനിവിടെ കൃപാസനത്തിൽ വരികയായിരുന്നു. ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. ഞാൻ 2 മണിയുടേതിനായിരുന്നു കയറിയിരുന്നത്. അങ്ങനെ ഉടമ്പടി എടുത്തു. എൻ്റെ ഒരു കൂട്ടുകാരിയും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 പേരും ഉടമ്പടി എടുത്തു. എൻ്റെ എലിജിബിലിറ്റിക്ക് ഞാൻ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇവിടെ വന്നത്. 3ാമതൊരു ഏജൻസിയിൽ കൊടുത്തു. അങ്ങനെ അത്ഭുതമെന്ന് പറയട്ടെ, എനിക്ക് എലിജിബിലിറ്റി നമ്പർ കിട്ടി. എലിജിബിലിറ്റി നമ്പർ കിട്ടാതെ നമുക്ക് പ്രോമെട്രിക്ക് എക്സാമിന് വേണ്ടി ഡേറ്റ് എടുക്കാൻ പറ്റത്തില്ല. അപ്പം അത് വളരെ ഒരു നിരാശയായിരുന്നു. എന്ത് തന്നാലും എൻ്റെ മാതാവ് എനിക്കത് തന്നു. ഞാൻ അങ്ങനെ എക്സാമിന് ഡേറ്റ് എടുത്തു. അപ്പോൾ വീണ്ടും ഒരു പരീക്ഷണം എന്ന പോലെ എനിക്ക് എക്സാമിന് സാധാരണ എല്ലാവരും 45 ദിവസത്തെ കോഴ്സൊക്കെ അറ്റൻഡ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ കേട്ടു, 10 ദിവസത്തെ ക്ലാസ് കൊണ്ട് നമുക്ക് എക്സാം പാസ്സാവാൻ കഴിയും, 10 ദിവസം തുടർച്ചയായി ക്ലാസ്സിന് പോകണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എൻ്റെ ജോലിയുടെ നേഴ്സാണ്, നമുക്ക് അവിടുന്ന് അങ്ങനെ അധികം ലീവൊന്നും കിട്ടത്തില്ല. പ്രത്യേകിച്ച് ക്ലാസ്സെന്നും പരീക്ഷയെന്നും പറഞ്ഞാൽ അവരൊട്ടും ലീവ് അനുവദിക്കത്തില്ല. എന്ത് തന്നാലും ഞാൻ ഈ കാശ് രൂപമൊക്കെയായി ഞാൻ ആദ്യം തന്നെ ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി. എൻ്റെ ഇൻചാർജ് ഒരു പാവമായിരുന്നു. അവരെന്നോട് പറഞ്ഞു സൈൻ ഇട്ട് തരാം. അങ്ങനെ ഞാൻ സൂപ്പർവൈസറിനെ കണ്ടു. അവരെന്ത് ചെയ്താൽ എനിക്കിത് സമ്മതിക്കുന്നില്ല. ലാസ്റ്റ് അവരെന്നോട് 5 ദിവസത്തെ ലീവ് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് 5 ദിവസത്തെ ലീവ് കൊണ്ട് കാര്യമില്ല, എനിക്ക് എക്സാം നടക്കുന്നത് ബാംഗ്ലൂരാണ്. 10 ദിവസത്തെ ക്ലാസ്സും കഴിഞ്ഞ് എനിക്ക് ബാംഗ്ലൂർ പോയി എനിക്ക് എക്സാം എഴുതണം. അപ്പം എനിക്ക് 5 ദിവസത്തെ ലീവ് കൊണ്ട് ഒട്ടും ഇതല്ല. അതിനിടയിൽ എനിക്ക് പൈസയൊക്കെ അറേഞ്ച് ചെയ്യേണ്ടതായ ആവശ്യമുണ്ടായിരുന്നു. ദൈവാനുഗ്രഹം പോലെ എനിക്ക് എൻ്റെ സഹോദരൻ എനിക്ക് പൈസ തന്നു. ദൈവം ഇവിടെ എന്നെ അത്ഭുതമായി നടത്തി. അങ്ങനെ എനിക്ക് എക്സാമിന് ഡേറ്റ് എടുക്കാൻ കഴിഞ്ഞു. അപ്പോഴും എനിക്ക് ലീവ് തന്നിട്ടില്ല. ഞാൻ വീണ്ടും അടുത്ത ദിവസം വീണ്ടും പോയി. ഞാൻ എണ്ണയൊക്കെ തേച്ച് ഞാൻ കാശ് രൂപം പിന്നെയും മുറുക്കെ പിടിച്ചു. അമ്മ എനിക്കിത് തരണേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉടമ്പടി തൈലമൊക്കെ പൂശി ഞാൻ അവിടെ ചെന്നു. ഞാനൊന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു ലീവ് തരാം, പക്ഷേ ലീവ് കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ നൈറ്റിന് കയറണം. ഞാൻ പറഞ്ഞു അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല, എനിക്ക് ലീവ് മാത്രം മതിയെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് അവർ ലീവ് തന്നു. ഞാൻ എക്സാമിന് പോയി. എക്സാമിന് പോകുമ്പോഴും നമുക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും എനിക്ക് മനസ്സിലൊരു നല്ല ധൈര്യം ഉണ്ടായിരുന്നു. മാതാവ് എന്നെ ബലപ്പെടുത്തും, എനിക്ക് എക്സാം എഴുതാൻ കഴിയും, ഞാൻ പാസ്സാകും. എന്നെ അവിടെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ മാതാവിൻ്റെ നിയോഗമാണത്, ഞാനതെന്തായാലും എനിക്ക് പാസ്സാവാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ ഞങ്ങൾ എക്സാം എഴുതി. ഞങ്ങൾ 3 പേര് ഒന്നിച്ചായിരുന്നു പോയത്. ഞങ്ങളൊരു റൂമിലായിരുന്നു. ദൈവാനുഗ്രഹം എന്ന പോലെ അവർ 2 പേരും ഇതുപോലെ തന്നെ ഉടമ്പടി എടുത്തിട്ടുള്ളവരായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഉപ്പുമൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ഞങ്ങളോട് വേറെ കുറേ സുഹൃത്തുക്കൾ പറഞ്ഞു കാശ് രൂപം ഒന്നും അവിടെ കയറ്റത്തില്ല, പ്രത്യേകിച്ച് ഒരു എക്സാം ഹാളിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും അവർ കയറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്ത് തന്നെ ആയാലും മാതാവ് എന്നെ കയറ്റിക്കോളും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ എൻ്റെ അത് പോക്കറ്റിൽ വെച്ചു. അവരവിടെ സ്കാൻ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അത് ബെല്ലടിക്കും. അപ്പോൾ പേടിയായി എന്തെങ്കിലും റിജക്ഷൻ ആവുമോ എന്ന്. പക്ഷേ എനിക്കെന്തോ ആ സഹോദരനോട് ചോദിക്കാൻ തോന്നി ഞാനിതൊന്ന് കയറ്റിക്കോട്ടെ എന്ന്. എന്നോട് എന്താ ദൈവം മാതാവ് പറഞ്ഞേൽപ്പിച്ചതുപോലെ ആ സഹോദരനോട് പറഞ്ഞു കയറ്റിക്കോ, കുഴപ്പമില്ല, കയ്യിൽ പിടിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതും കൊണ്ട് കയറി. എക്സാമിന് ചെന്നപ്പോൾ പലർക്കും പല ക്വസ്റ്റ്യൻസ് ആണ്. പ്രോമെട്രി എഴുതിയവർക്കറിയാം, എല്ലാവർക്കും പല പല ക്വസ്റ്റ്യൻസ് ആണ്. റിസർച്ച് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം, അങ്ങനെ വ്യത്യസ്തമായ ക്വസ്റ്റ്യൻസ്. അങ്ങനത്തേതൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര പ്രയാസമാണ്. എന്ത് തന്നെ ആയാലും പഠിച്ച ക്ലാസ്സിൽ വന്ന പോലെ തന്നെ ക്വസ്റ്റ്യൻസ് എനിക്ക് ദൈവമാതാവ് എനിക്ക് തന്നു. ഞാനത് അറ്റൻഡ് ചെയ്തു. എനിക്ക് ഭയങ്കര സന്തോഷത്തോടു കൂടിയായിരുന്നു ഞാൻ അവിടുന്ന് ക്ലാസ് വിട്ട് ഇറങ്ങിയത്.
അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും 1 മന്ത് എടുക്കും നമ്മുടെ റിസൾട്ട് വരാൻ വേണ്ടി. റിസൾട്ട് വരാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. രാത്രിയായിട്ടും റിസൾട്ട് വരുന്നില്ല. എൻ്റെ കുറേ ഫ്രണ്ട്സിൻ്റെ ഒക്കെ റിസൾട്ട് വന്നു. എൻ്റെ വീണ്ടും അവിടെയും ഡിലേ ആണ്. ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു. അന്ന് ഞാൻ ഓർക്കുന്നു, എനിക്ക് ഈവനിങ് ഡ്യൂട്ടിയാണ്. ഈവനിങ് കഴിഞ്ഞൊരു 10 മണിയായി. ഞാനിങ്ങനെ വരികയാണ്. ഇടയ്ക്ക് വെച്ച് ഞാൻ വണ്ടി നിർത്തി. ഞാൻ എന്നിട്ട് പ്രാർത്ഥിക്കുക, ദൈവമേ എനിക്ക് വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് അമ്മ അവിടെ നോക്കിയിരിക്കുന്നു റിസൾട്ട് എന്തായിന്നറിയാൻ. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. ദൈവമാതാവ് എനിക്ക് അവിടെ റിസൾട്ട് തന്നു. ഞാൻ പാസ്സായി. എനിക്കത് വളരെ 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 വിലപ്പെട്ടതാണ്. എനിക്കതിന് ഒരുപാട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മാതാവിനോടും എനിക്ക് കഴിയില്ല, മറക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ആ ഒരു എക്സാം കഴിഞ്ഞതിൻ്റെ സമയത്ത് തന്നെ ഞങ്ങൾക്ക് എക്സാം കഴിഞ്ഞ് അത് ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഏജൻറ്റ് വിളിച്ചിട്ട് പറഞ്ഞു ഒരു ഇൻ്റർവ്യൂ വരുന്നുണ്ട്. അതും മാതാവ് എനിക്ക് തുണച്ചതാണ്. ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ടിരുന്നപ്പോൾ നമുക്ക് 5 പേരുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോഴത്തേക്ക് 6ാമതാണ് എൻ്റെ പേര്. അവിടെയും നമുക്കൊരു തടസ്സം. അവർ പറഞ്ഞു അവർക്ക് എന്തോ മീറ്റിംഗ് ഉണ്ട്, വീണ്ടും ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഇൻ്റർവ്യൂ നടത്തുമെന്ന് പറഞ്ഞു. നിരാശപ്പെട്ടില്ല, വീണ്ടും വരുമല്ലോ എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഇങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് ഇതുപോലെ ഇൻ്റർവ്യൂ വന്നു. സൂം ഇൻ്റർവ്യൂ ആയിരുന്നു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് നല്ലപോലെ അറിയുന്ന ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചു. എല്ലാം അറ്റൻഡ് ചെയ്തു. 3 ദിവസത്തിന് ശേഷം എനിക്ക് ഓഫർ ലെറ്റർ വന്നു. ഇപ്പം എനിക്കാണെങ്കിൽ വിസ വന്നിട്ടിപ്പോൾ 2 ആഴ്ച ആയതേ ഉള്ളൂ. വിസ വന്നു. ഇപ്പം അവിടെ ഹജ്ജിൻ്റെ ഇതായത് കാരണം ടിക്കറ്റ് വരാൻ കുറച്ച് ഡിലേ ഉണ്ട്. ഈ മാസത്തോടെ തന്നെ വരും. അപ്പം ഞാൻ ടിക്കറ്റ് വന്നിട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയാം എന്നായിരുന്നു. പക്ഷേ എൻ്റെ അമ്മയുടെ സഹോദരിക്ക് ഇവിടെ വരണമെന്നും പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് ഇന്ന് തന്നെ പോയേക്കാം. മാതാവ് എനിക്ക് ടിക്കറ്റൊക്കെ തന്നോളൂ സദാസമയത്ത്. വിസ വന്നല്ലോ. ഞാൻ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു ഓക്കെ നമുക്ക് സാക്ഷ്യം പറയാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനിവിടെ എത്തിയത്. അങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഞാൻ എൻ്റെ സാക്ഷ്യം പറയുന്നത്. ഇത്രയൊക്കെ പറയാൻ എനിക്ക് പറ്റുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാര്യം ഞാൻ നല്ല സ്റ്റേജ് ഫിയർ ഉള്ള ഒരാളാണ്. ഇത്രയും പേരുടെ മുമ്പിൽ എനിക്ക് ദൈവമാതാവാണ് എന്നെ സഹായിച്ചത്. ഒത്തിരി നന്ദിയുണ്ട്. ഒരുപാട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് ഞാനിവിടെ വന്ന് എല്ലാ മാസവും പത്രം വാങ്ങിക്കുമായിരുന്നു. പത്രം വാങ്ങി ഞാനിങ്ങനെ ഓരോരുത്തർക്കും കൊടുക്കും. ഞാനതുപോലെ വണ്ടി ഓടിക്കുന്ന അങ്ങനെ പോകുമ്പോൾ പെട്രോൾ പമ്പിലൊക്കെ പത്രം ഇങ്ങനെ കൊടുക്കുമായിരുന്നു. 1 മാസം കിട്ടിയില്ലെങ്കിൽ അവരെന്നോട് ചോദിക്കും മോളെ ഈ മാസം പത്രം കിട്ടിയില്ലല്ലോ എന്ന്. അപ്പം അത്രയ്ക്ക് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ ചോദിച്ച് കൊടുക്കുന്ന ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ വീടിനടുത്ത് ഒരു അനാഥാലയം ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ പോയി ഫുഡൊക്കെ കൊടുത്തു. അവരുടെ കൂടെ ഇരുന്ന് ഞങ്ങളും കഴിച്ചു. അതൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് പോയി. അതിനുശേഷം പിന്നെ മറ്റുള്ളവർ പ്രാർത്ഥിക്കാൻ പറയുമായിരുന്നു. എൻ്റെ കൂട്ടുകാരൊക്കെ ആണെങ്കിലും OET എഴുതുന്നവരുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് അതുപോലെ ഞാൻ ഇവിടെ നിന്നാണെങ്കിൽ കാശ് രൂപം ചെറുത് നമ്മുടെ ഇവിടെ കിട്ടും. അത് വാങ്ങിച്ചുകൊണ്ട് പോയി ഞാൻ അവിടെ മാതാവിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ അതുങ്ങൾക്ക് പോകുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ എക്സാമിന് പോകുന്നവർക്ക് ഞാനിതിങ്ങനെ കൊടുക്കുമായിരുന്നു. അങ്ങനെ ഒരു എക്സാം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ച് പറയുന്നു നീ തന്നത് ഞങ്ങൾ ഉപയോഗിച്ചു, ഞങ്ങൾ പാസ്സായി. അത് കേൾക്കുമ്പോൾ ഞാൻ ഒന്നും കൂടെ മാതാവിനോട് നന്ദി പറയുകയാണ്. എൻ്റെ പ്രാർത്ഥന മാതാവ് കേൾക്കുന്നുണ്ട്. പിന്നെ എനിക്ക് വേണ്ടി ഞാൻ അങ്ങനെ എല്ലാവർക്കും വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരാളൊന്നും അല്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം, എങ്കിലേ മാതാവ് നമുക്ക് വേണ്ടിയും കനിയുമെന്ന്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവരുടെ ആഗ്രഹങ്ങളും സാധ്യമാകാൻ തുടങ്ങി. അപ്പം നമുക്ക് ഒന്നും കൂടി മാതാവിനോട് കൂടുതൽ അടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. പിന്നെ നമ്മളാണെങ്കിൽ അമ്മയും ഞാനും കൂടി ഇങ്ങനെ പള്ളികളിലൊക്കെ പോവായിരുന്നു. അവിടെ ഇരിക്കുന്നവർക്കൊക്കെ നമ്മളിങ്ങനെ പൈസ കാര്യങ്ങളൊക്കെ കൊടുക്കുമായിരുന്നു. ദൈവമാതാവ് എന്നെ ഇത്രയും സഹായിച്ചു. പിന്നെ ഞാനാണെങ്കിൽ രാവിലെയും വൈകിട്ടും അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരാളെ അല്ലായിരുന്നു. ഞാനിവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം നമ്മളോട് പറയുമായിരുന്നു നമ്മൾ സമയം കിട്ടുമ്പോഴൊക്കെ പ്രാർത്ഥിക്കണം, രാവിലെയും വൈകിട്ടും മുടങ്ങാതെ പ്രാർത്ഥിക്കണം. നമ്മൾ നിയോഗ പ്രാർത്ഥന നമ്മൾ രാവിലെയും വൈകിട്ടും മുടങ്ങാതെ പ്രാർത്ഥിക്കും. അതുകൂടാതെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ സാധാരണ രീതിയിൽ ഞാൻ കുരിശ് വരച്ച് എഴുന്നേൽക്കുകയാണ് പതിവ്. പക്ഷേ ഇപ്പോൾ കുറച്ച് നേരം ഇരുന്ന് അമ്മയോട് പ്രാർത്ഥിച്ചാണ് ഞാൻ അവിടെ നിന്ന് കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുന്നത്. വൈകിട്ട് കിടക്കാൻ നേരത്താണെങ്കിലും പ്രാർത്ഥിച്ച് ബൈബിളും വായിച്ചാണ് കിടക്കുന്നത്. എല്ലാത്തിനോടും അമ്മയോട് ഒരുപാട് നന്ദി. ഞങ്ങൾ ഓർത്തഡോക്സുകാരാണ്. അപ്പം ഞങ്ങൾക്ക് ആണ്ടുകുമ്പസാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളത് ചെയ്യുമായിരുന്നു. കുർബാനയാണെങ്കിൽ നമുക്ക്
എല്ലാ ആഴ്ചയിലുമാണ് കുർബാന. അപ്പോൾ കുർബാനകൾക്ക് കഴിവതും ഈവനിങ് ഡ്യൂട്ടിക്ക് കയറിക്കൊണ്ട് മോർണിംഗ് പള്ളിയിൽ പോയിട്ടാണ് ഈവനിങ് ഡ്യൂട്ടിക്ക് പോകുന്നത്. അതുപോലെ എൻ്റെ ഓരോ പേഷ്യൻസിനെ ഞാൻ നോക്കുമ്പോഴും ഞാൻ പറയട്ടെ, ഞാൻ എൻ്റെ ഈ കൃപാസനം, ഞാൻ ഈ കാശുരൂപമായിട്ടാണ് ഞാൻ എന്നും പള്ളിയിൽ ഹോസ്പിറ്റലിൽ പോകുന്നത്. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഞാൻ ഓരോ പേഷ്യൻസിനെ നോക്കുമ്പോഴും അവരുടെ ഒരു ജീവനാണ് നമ്മുടെ കയ്യിലുള്ളത്. നമ്മൾ കാരണം അവർക്കൊന്നും ഉണ്ടാവരുത്. അപ്പം മാതാവ് എന്നെ ഓരോരുത്തടത്തും വഴി നടത്തും. ഓരോ പ്രയാസങ്ങളിലും ഓരോ ബുദ്ധിമുട്ടുകളിലും മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. ഇനി അങ്ങോട്ടേക്ക് പോയാൽ കൂടെ മാതാവിനെയും കൊണ്ടായിരിക്കും ഞാൻ പോകുന്നത്. മാതാവ് എൻ്റെ കൂടെയുണ്ട്, ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാത്തിനും ഒരുപാട് നന്ദി.